അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതത്തിലെ പല പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു ദിക്റാണ് യാ റഹ്മാൻ എന്നുള്ള അല്ലാമ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥമാകുന്ന സഅദത്തുദ്ദാറൈനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഈ ദിക്ർ ചൊല്ലുന്നവനും വഹിക്കുന്നവനും വെറുക്കപ്പെട്ടവ നീങ്ങുന്നതാണ്. നിസ്കാരശേഷം ഏകാന്തനായി 100 തവണ യാ റഹ്മാൻ എന്ന് ചൊല്ലിയാൽ ഹൃദയത്തിൽ നിന്നും മറവിയും അശ്രദ്ധയും നീങ്ങുന്നതുമാണ്. വല്ലവനും മറവി അധികരിച്ചാൽ നിസ്കാരശേഷം അല്ലാഹ് എന്നതിനോടുകൂടെ റഹ്മാൻ എന്ന് ചേർത്ത് 10 തവണ പറയുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഫാത്തിഹയും ഓതലിനെ പതിവാക്കുക. എന്നാൽ കേട്ടത് മനഃപ്പാഠമാവുകയും പഠിച്ചത് മറക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, എണ്ണമില്ലാതെ വല്ലവനും ഇതിനെ പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ ശത്രുവിനെ പോലും കൂട്ടുകാരനാക്കി മാറ്റുകയും ശരീരത്തിലും മനസ്സിലും സമാധാനം നൽകുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.